മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ ഇഡി ചോദ്യം ചെയ്യുന്നു. ആലുവയിലെ വീട്ടിലാണ് ചോദ്യം ചെയ്യൽ. ശരൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ശരൺ, നേരത്തെ കർത്തയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു ചോദ്യം ചെയ്യലിനായി. ഇതിന് ഹാജരാകാതിരുന്നതിന് പിന്നാലെയാണോ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നത്? അതായത് ഈ CMRL MD ആയ ശശിധരൻ കർത്തയോട് നേരത്തെ 2 പ്രാവശ്യം നോട്ടീസ് നൽകിക്കൊണ്ട് ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ അദ്ദേഹം ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇഡിക്ക് ഇത്തരത്തിൽ ഒരു മറുപടി നൽകിയിട്ടും ഇഡി പിന്തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഈ ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം സമർപ്പിച്ച ഹർജിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നുള്ള കാര്യമാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യൽ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉച്ചയോട് കൂടിയാണ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ ഈ 5 ഉദ്യോഗസ്ഥരുടെ മൊഴി ഇഡി രേഖപ്പെടുത്തിയിരുന്നതാണ്. SFIയുടെയും ഒപ്പം തന്നെ ROC അന്വേഷണത്തിനിടെ നിർണായകമായിട്ടുള്ള, അതായത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള മൊഴി നൽകിയ 5 ഉദ്യോഗസ്ഥരെയാണ് ഇഡി ചോദ്യം ചെയ്തിരുന്നത്. എന്നാൽ ഇഡി പറയുന്നത് ഈ CMRL MD ആയ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ നേരത്തെ പ്രധാനപ്പെട്ട 3 രേഖകൾ ഇഡി ആവശ്യപ്പെട്ടിരുന്നതാണ്. ഒന്ന്, ഈ എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറാണ്. ഇതിനു പുറമെ എക്സാലോജിക്കുമായി നടത്തിയ പണമിടപാടുകളുടെ രേഖകളും ഒപ്പം എക്സാലോജിക്ക് എന്ത് തരം സേവനമാണ് നൽകിയെന്ന് വ്യക്തമാക്കുന്ന രേഖകളും. ഈ രേഖകളൊന്നും തന്നെ ഹാജരാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് ഈ CMRL എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയ മറുപടിയിൽ CMRL പറഞ്ഞിരുന്നത് ഇതെല്ലാം തന്നെ രഹസ്യ രേഖകളാണെന്നുള്ളതാണ്. എന്തായാലും ഈ കർത്തയെ ചോദ്യം ചെയ്യാതെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. തിരക്കിട്ട നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേസിൽ CMRL MD ശശിധരൻ കർത്തയെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. ആലുവയിലെ വസതിയിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്.